അസ്ഥികൾ മരവിച്ചു പോകുന്ന തണുപ്പും അതിശയിപ്പിക്കുന്ന ഹിമാലയൻ പ്രകൃതി ദൃശ്യങ്ങളും ഒത്തുചേരുന്ന ഒരിടം. അതാണ് ദ്രാസ്. പലപ്പോഴും ലഡാക്കിലേക്കുള്ള കവാടം എന്ന് വിളിക്കപ്പെടുന്ന ഈ വിദൂര പട്ടണം ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ ജനവാസ കേന്ദ്രം എന്ന ബഹുമതി സ്വന്തമാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ അതിജീവനത്തിന്റെയും പ്രതിരോധശേഷിയുടെയും തെളിവാണ് ദ്രാസിലെ ജീവിതം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ കാർഗിൽ ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3300 മീറ്റർ ഉയരത്തിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. സൈബീരിയയിലെ ഒയ്മ്യാക്കോൺ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കഠിനമായ ശൈത്യകാലം അനുഭവിക്കുന്ന ഈ ഇന്ത്യൻ ഗ്രാമം ശ്രദ്ധേയമാവുന്നത് എന്തുകൊണ്ടാണ് നോക്കാം. ദ്രാസിലെ ശൈത്യകാലം കഠിനമെന്ന വാക്കിന് അതീതമാണ്. ഒക്ടോബർ അവസാനം മുതൽ ഏപ്രിൽ ആദ്യം വരെ നീണ്ടു നിൽക്കുന്ന ഇവിടെ കനത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും ഉണ്ടാകും. ശൈത്യകാലത്ത് ശരാശരി താപനില -20 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നാൽ താപനില -60 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം. 1995 ജനുവരിയിൽ ഈ റെക്കോർഡ് താപനില ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഠിനമായ കാലാവസ്ഥയുണ്ടെങ്കിലും ഏകദേശം 22,000 ആളുകളാണ് ദ്രാസിൽ വസിക്കുന്നത്. പ്രധാനമായും ഷിന സംസാരിക്കുന്ന ഡാർഡിക് സമൂഹത്തിൽ നിന്നുള്ളവരാണ് ഇവർ. ഇവിടുത്തെ നിവാസികൾ അതിശയകരമായ ചാതുര്യത്തോടെയാണ് തണുപ്പുമായി പൊരുത്തപ്പെട്ടത്. വീടുകൾ കട്ടിയുള്ള കല്ല് മതിലുകളും വിറകടുപ്പുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗത വസ്ത്രങ്ങളിൽ കമ്പിളി, രോമങ്ങൾ എന്നിവയുടെ പാളികൾ ഉൾപ്പെടുന്നു. ദൈനംദിന ജീവിത കൃഷി, കന്നുകാലികൾ, ടൂറിസം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. വേനൽക്കാലത്ത് ബാർലി, ഉരുളക്കിഴങ്ങ് എന്നിവ വളർത്താൻ സാധിക്കും. എന്നാൽ ശീതകാലം അതിജീവനത്തിന്റെ സമയമാണ്. ചൂടുള്ള മാസങ്ങളിൽ സംഭരിച്ച ഭക്ഷണത്തെയും വിറകിനെയും ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത്. തണുപ്പ് മാത്രമല്ല, പ്രകൃതി സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും ദ്രാസിനുണ്ട്. മഞ്ഞുമൂടിയ കൊടുമുടികളുടെയും ആൽപൈൻ പുൽമേടുകളുടെയും ഹിമാലയ നദികളുടെയും വിശാലമായ കാഴ്ചകൾ ദ്രാസ് താഴ്വരയിലുണ്ട്. ട്രെക്കിങ്ങുകാർക്ക് അമർനാഥ്, സുരു താഴ്വര, മുഷ്കോ താഴ്വര എന്നിവിടങ്ങളിലേക്കുള്ള ഒരു താവളമാണിത്. കാർഗിൽ യുദ്ധമേഖലയുടെ സാമീപ്യം കാരണം ഈ പട്ടണത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1999 ജീവൻ നഷ്ടപ്പെട്ട സൈനികരെ ആദരിക്കുന്നതിനായി പണിത കാർഗിൽ യുദ്ധ സ്മാരകം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലേ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് ദ്രാസ്. കനത്ത മഞ്ഞുവീഴ്ച കാരണം ശൈത്യകാലത്ത് അടച്ചിരുന്ന അപകടകരമായ സോജില പാസ് മറികടന്നാണ് റോഡ് യാത്ര. പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒറ്റപ്പെടലും ദ്രാസിലെ ജീവിതത്തെ വെല്ലുവിളി നിറഞ്ഞതും ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞതുമാക്കുന്നു. എന്നാൽ മനുഷ്യന്റെ മനക്കരുത്തിന്റെയും പ്രകൃതിയോടുള്ള പൊരുത്തപ്പെടലിന്റെയും ജീവിക്കുന്ന തെളിവാണ് ദ്രാസ് എന്ന ഈ തണുത്തുറഞ്ഞ ഇന്ത്യൻ ഗ്രാമം.